ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഈസി ആയുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ്. ഇനി നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അധികം ബിരിയാണി ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അല്പം ഉപ്പും ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് അല്പം ലൈം ജ്യൂസും ചേർക്കാം. 1 ടീസ്പൂൺ ലൈം ജ്യൂസാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് റൈസ് ശരിയാക്കി എടുക്കാം. ഞാൻ റൈസ് 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. 250 ml മെഷർമെൻറ്റ് കപ്പിലാണ് 2 കപ്പ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് റൈസിന് 4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റൈസ് എടുത്ത അതേ കപ്പിൽ തന്നെ അളന്നാണ് വെള്ളവും എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഇത് 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ച് സ്ട്രെയിൻ ചെയ്തെടുത്ത അരിയാണ്. നമുക്കൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഇത് മൂടി വയ്ക്കാം. ഇനി നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാം. റൈസ് ഒരു 90% വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാൻ മറ്റൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിക്കാം. ആദ്യം നമുക്കിതിലേക്ക് റൈസിൻസ് ഇട്ട് വറുത്ത് കോരാം. റൈസിൻസ് എല്ലാം നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂ നട്ട്സ് ഇടാം. കാഷ്യൂ നട്ട്സും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതും എടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് സവാള വേഗം ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ സവാള നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും എടുത്ത് മാറ്റാം. ഇനി ഇതേ എണ്ണയിലേക്ക് നമുക്ക് 1 കഷ്ണം പട്ട, 5 ഗ്രാമ്പ്, 4 ഏലക്കായ ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇടാം. 2 സവാള അരിഞ്ഞു വെച്ചതാണ് ഇതിലേക്ക് ഇടുന്നത്. ഇനി ഇതിലേക്ക് പച്ചമുളക് ക്രഷ് ചെയ്തത് ഇടാം. ഇപ്പോൾ സവാള എല്ലാം ചെറുതായി ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഇപ്പോൾ ഇത് നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, 2 തക്കാളി അരിഞ്ഞതാണ് ഇതിലേക്ക് ഇടുന്നത്.
ഇനി നമുക്കിത് നന്നായി വഴറ്റാം. ഇതൊരു 2 മിനിറ്റ് അടച്ച് വെച്ച് തക്കാളിയെല്ലാം നന്നായി വെന്ത് ഇതിലേക്ക് യോജിച്ചതിന് ശേഷം നമുക്ക് ബിരിയാണി മസാല ഇതിലേക്ക് ഇടാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നല്ലതുപോലെ ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്, ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയാണ് ഇതിലേക്ക് ഇടുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈര് ചേർക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട് നമ്മൾ, പിന്നെ നമ്മൾ ബിരിയാണി റൈസിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിലേക്ക് ഉപ്പിടാൻ. ഇപ്പോൾ 1 മിനിറ്റ് നമ്മളിത് ശരിക്കും സോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ഇടാം. ഇനി നമുക്ക് ഇതിൽ നിന്നും ചിക്കൻ പീസസ് എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഗ്രേവിയുടെ മീതേക്ക് കുറച്ച് റൈസ് ഇടാം. ഇനി ഇതിന് മീതെ നമ്മൾക്ക് എടുത്തു വെച്ച ചിക്കൻ പീസസ് ഇടാം. ഇനി ഇതിന് മീതെ ബാക്കിയുള്ള റൈസും ഇടാം. ഇനി ഇതിനു മീതെ അല്പം മല്ലിയില വിതറാം. ഇനി ഇതിലേക്ക് അല്പം സവാള ഫ്രൈ ചെയ്ത് വെച്ചത് ഇടാം. ഇതിനു മീതെ കാഷ്യൂനട്ടും റൈസിൻസും ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തുറക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം, എന്നാലേ റൈസിലേക്ക് ഇതിൻ്റെ ഗ്രേവിയൊക്കെ പിടിക്കുകയുള്ളൂ. എന്നിട്ട് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.